ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 8ാമത്തെ അധ്യായം അവസാനത്തെ 2 ശ്ലോകങ്ങളും 30-31 ശ്ലോകങ്ങളും 9ാമത്തെ അധ്യായം ആദ്യത്തെ 3 ശ്ലോകങ്ങളും വായിക്കാം. ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർഭഗവത് ക്ഷേത്രം ഉപശമാശീലം മുനിഗണാദൈതം സാലഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ജരാത് പ്രത്യാജഗാമ. തസ്മിന്നഭികാലം പ്രതീക്ഷമാണ സംഘാച്ച ഭൃശാമുദ്വിഗ്ന ആത്മസഹചര ശുഷ്കപർണാ തൃണവീരുധ വർത്തമാനോ മൃഗത്വം നിമിത്താവസാനമേവ ഗണയൻ മൃഗശരീരം തീർത്ഥോദകാ ക്ലിന്നാമുത്സർജ. അധ്യായം 9. ജഡഭരതന്റെ ഉത്കൃഷ്ട സ്വഭാവം. ശ്രീ ശുക ഉവാച. അഥ കസ്യചിത് ദ്വിജവരസ്യാംഗിരപ്രവരസ്യ ശമാദമാ തപ സ്വാധ്യായാധ്യയന ത്യാഗസന്തോഷതിദിച്ഛാ പ്രശ്രയ വിദ്യാനസൂയാത്മജ്ഞാന ആനന്ദയുക്തസ്യാത്മാ സദൃശ ശ്രുതശീലാചാര രൂപൗദാര്യഗുണാനവ. സോദര്യാ അംഗജാ ബഭൂ മിഥുനം ച യവീയസ്യാം ഭാര്യായാം യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷി പ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹു. തത്രാപി സ്വജനസംഗാച വൃഷാമുദ്വിജമനോ ഭഗവത കർമ്മബന്ധ വിദ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദദാത്മന പ്രതിഘാതമാശങ്കമാനോ ഭഗവത് അനുഗ്രഹേണാനുസ്മൃത സ്വപൂർവജന്മാവലി ആത്മനാമുന്മത്ത ജഡാന്ധപതിരാസ്വരൂപേണ ദർശയാമാസ ലോകസ്യ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 8 ഭരത മഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന. ശ്ലോകം 30. ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാധരം പുനർഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണദൈതം സാലഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജഗാമ. വിവർത്തനം ജയശ്രീല പ്രഭുപാദ്. ഒരു മാനിന്റെ ശരീരം സ്വീകരിച്ചെങ്കിലും ഭരത മഹാരാജാവ് നിരന്തരമായ പശ്ചാത്താപത്തിലൂടെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിരക്തനായി. അവൻ ഇക്കാര്യങ്ങൾ ആരോടും വെളിവാക്കിയില്ല. എങ്കിലും താൻ ജനിച്ച കാലാഞ്ചര പർവ്വതത്തിൽ നിന്ന് മാതാവിനെ വിട്ടുപോന്ന അവൻ പുലസ്ത്യന്റെയും പുലഹന്റെയും ആശ്രമങ്ങൾ സ്ഥിതി ചെയ്യുന്ന വനത്തിലെ സാളഗ്രാമം എന്ന ഗ്രാമത്തിലേക്ക് പോയി. ശ്ലോകം 31.
തസ്മിന്നപി കാലം പ്രതീക്ഷമാണ സംഗാച്ച ഭൃശമുദ്വിഗ്ന ആത്മസഹചര ശുഷ്കപർണതൃണവീരുധാ വർദ്ധമാനോ മൃഗത്വനിമിത്താവസാനമേവ ഗണയൻ മൃഗശരീരം തീർത്ഥോദകക്ലിന്നമുത്സർജ. വിവർത്തനം. ആ സ്ഥലത്ത് വസിക്കുമ്പോൾ മഹാനായ ഭരത മഹാരാജാവ് ദുഷിച്ചവരുമായുള്ള സഹവാസത്തിൽ അകപ്പെടാതിരിക്കാൻ വളരെ ജാഗ്രത പാലിച്ചു. തൻ്റെ കഴിഞ്ഞ ജീവിതം ആരോടും വെളിപ്പെടുത്താതെ ഉണങ്ങിയ ഇലകളും ഔഷധ ചെടികളും മാത്രം ഭക്ഷിച്ച് അവൻ ആശ്രമത്തിൽ തുടർന്നു. അവൻ ശരിക്കും തനിച്ചായിരുന്നില്ല, കാരണം അവന് പരമാത്മാവിന്റെ സഹവാസമുണ്ടായിരുന്നു. ഇങ്ങനെ മാനിന്റെ ശരീരത്തിൽ അവൻ മരണം കാത്തുകഴിഞ്ഞു. ഒടുവിൽ ആ വിശുദ്ധ സ്ഥലത്ത് സ്നാനം ചെയ്ത് അവൻ ആ ശരീരം ത്യജിച്ചു. ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം 8-ാം അധ്യായം ഭരത മഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അധ്യായം 9. ജഡഭരതന്റെ ഉത്കൃഷ്ട സ്വഭാവം. ശ്ലോകം 1-2. ശ്രീശുക ഉവാച അത കസ്യചിത് ദ്വിജവരസ്യാംഗിരപ്രവരസ്യ ശമദമദവ സ്വാധ്യായാധ്യായന ത്യാഗ സന്തോഷ തിദിക്ഷാ പ്രശ്രയ വിദ്യാ അനസൂയാത്മജ്ഞാനാനന്ദ യുക്തസ്യാത്മസദൃശ ശ്രുതശീലാചാരൂപൗദാര്യ ഗുണാ നവസോദര്യ അംഗജാ ബഹൂവോ മിഥുനം ചയവീയസ്യാം ഭാര്യായാം യസ്തു തത്ര പുമാൻ തം പരമഭാഗവതം രാജർഷി പ്രവരം ഭരതമുത്സൃഷ്ട മൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹു. വിവർത്തനം. ശ്രീല ശുകദേവ ഗോസ്വാമി തുടർന്നു. എന്റെ പ്രിയപ്പെട്ട രാജാവേ, മാനിന്റെ ശരീരം ഉപേക്ഷിച്ച ശേഷം ഭരത മഹാരാജാവ് ഒരു പരിശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നു. അങ്കിരസിന്റെ കുലത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ബ്രാഹ്മണീയ യോഗ്യതകളാൽ പൂർണ്ണനായിരുന്നു അവൻ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന അവൻ വൈദിക സാഹിത്യങ്ങളും അനുബന്ധ സാഹിത്യങ്ങളും അഭ്യസിച്ചിരുന്നു. ദാനശീലത്തിൽ ഉദാരനായിരുന്ന അവൻ സദാ സംതൃപ്തനും സഹിഷ്ണുവും വളരെ മാന്യനും പണ്ഡിതനും അസൂയ ഇല്ലാത്തവനുമായിരുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച അവൻ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവനും സദാ ധ്യാന നിർലീനനുമായിരുന്നു. അവൻ അവന്റെ ആദ്യ പത്നിയിൽ തുല്യ യോഗ്യതകളുള്ള 9 പുത്രന്മാർക്കും 2ാം ഭാര്യയിൽ ഇരട്ടകളായ ഒരു പുത്രിക്കും പുത്രനും ജന്മം നൽകി. ഈ പുത്രനായിരുന്നു അത്യുന്നത ഭക്തനും രാജർഷികളിൽ അഗ്രഗണ്യനുമായിരുന്ന ഭരത മഹാരാജാവ്. ഇത് അവൻ മാനിന്റെ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമുള്ള കഥയാണ്. ശ്ലോകം 3. തത്രാപി സ്വജന സംഗാച്ച ഭൃശമുദ്ദിജ്യമാനോ ഭഗവത കർമ്മബന്ധ വിദ്വംസന ശ്രവണ സ്മരണ ഗുണ വിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദദാത്മന പ്രതിഘാതമാശങ്കമാനോ ഭഗവദനുഗ്രഹേണാനുസ്മൃത സ്വപൂർവജന്മാവലി ആത്മാനമുന്മത്ത ജഡാന്ധബദിരസ്വരൂപേണ ദർശയാമാസ ലോകസ്യ. വിവർത്തനം. ഭഗവാന്റെ പ്രത്യേക കാരുണ്യമുള്ളവനായിരുന്നതിനാൽ ഭരത മഹാരാജാവിന് അവന്റെ പൂർവജന്മത്തിലെ സംഭവങ്ങൾ ഓർമ്മിക്കാൻ കഴിഞ്ഞു. ബ്രാഹ്മണ ശരീരം ലഭിച്ചെങ്കിലും തന്റെ അഭക്തരായ ബന്ധുമിത്രാദികളെ അവൻ ഭയപ്പെട്ടു. അത്തരം ആളുകളോടുള്ള സമ്പർക്കം വീണ്ടും പതനത്തിന് ഇടയാക്കുമെന്നായിരുന്നു അവന്റെ പേടി. അതുമൂലം ആളുകൾ തന്നോട് സംസാരിക്കാതിരിക്കാൻ അവൻ ഭ്രാന്തനും മന്ദബുദ്ധിയും ബധിരനും മൂകനുമായി അഭിനയിച്ചു. ഈ രീതിയിൽ അവൻ ചീത്ത സംസർഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷിച്ചു. ഉള്ളിൽ ഫലേച്ഛാ കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ഒരുവനെ രക്ഷിക്കുന്ന ഭഗവാന്റെ പങ്കജപാദങ്ങൾ സദാ സ്മരിക്കുകയും ഭഗവത് മഹിമകൾ ജപിക്കുകയും ചെയ്തുകൊണ്ടുവരുന്നു. ഇவ்விധത്തിൽ അവൻ അഭക്തരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിച്ചു പോന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭരത മഹാരാജാവ് ആ മാനിനെ സ്മരിച്ചുകൊണ്ട് നിരന്തരം മാനിനെ കുറിച്ചുള്ള ബോധത്തിൽ ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു.
പക്ഷേ അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഭഗവാന്റെ സേവനം ചെയ്തതുകൊണ്ട് ആ പുണ്യഫലം കൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മൃതിയുണ്ടായിരുന്നു. മാനിന്റെ ശരീരത്തിലാണെങ്കിലും പൂർണ്ണമായിട്ടും കഴിഞ്ഞ ജന്മത്തിലെ അതേ ബോധത്തിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വളരെയധികം പശ്ചാത്തപിച്ചു എന്നാണ് പറയുന്നത്. പൂർവ്വജന്മത്തിൽ തനിക്ക് വലിയൊരു അവസരമുണ്ടായിരുന്നു, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, മനുഷ്യന്റെ ശരീരമുണ്ടായിരുന്നു, ഭഗവാന്റെ ഭക്തി ചെയ്യാൻ ഉള്ള അവസരമുണ്ടായിരുന്നു. ഭക്തി ചെയ്ത് ഈ ഭൗതിക ലോകത്ത് നിന്നും തിരിച്ചു പോകാനുള്ള വലിയൊരു അവസരം തനിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. പക്ഷെ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ജന്മത്തിൽ തനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാനോ ഭഗവാനെ കീർത്തിക്കാനോ ഭഗവാന് ആരാധനകൾ അർപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ആ ഒരു വലിയ നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത്, തനിക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തിനെ കുറിച്ച് ഓർത്ത് താൻ ആ ഭക്തി സേവനത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അതിൽ ഉദാസീനനായി ഒരു സാധാരണ മാനിന്റെ ചിന്തയിലേക്ക് പോയി അവസാന സമയത്ത്. ആ ഒരു കാര്യത്തിൽ ഭരത മഹാരാജാവിന് വലിയ പശ്ചാത്താപമുണ്ടായിരുന്നു. ഇനിയൊരു മനുഷ്യ ശരീരം ലഭിക്കുകയാണെങ്കിൽ താൻ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനത്തിന് മാത്രം ഉപയോഗിച്ച് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്ന് ആ മാൻ നിരന്തരം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാൻ ശരീരത്തിൽ ഇരുന്നിട്ടും തുടർന്നും കുറച്ചെങ്കിലും ഭഗവാന്റെ സ്മരണ ലഭിക്കുന്നതിന് വേണ്ടി ആ മാൻ തന്റെ ജന്മദേശമായിട്ടുള്ള കാലഞ്ചര പർവ്വതം ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. കാലഞ്ചര പർവ്വതത്തിലായിരുന്നു ഈ മാൻകുട്ടിയായിട്ട് ഭരത മഹാരാജാവ് ജനിച്ചത്. അദ്ദേഹം അവിടെ തന്റെ ജന്മദേശത്തെയും ആ മാനിന്റെ കുടുംബാംഗങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ വളരെയധികം ആകർഷകമാണ് മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നത് തന്റെ ദേശത്തിനെ കുറിച്ചും താൻ ജനിച്ച ദേശത്തിനെ കുറിച്ചും തന്റെ വീടിനെ കുറിച്ചും തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചുമായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു മാനിന്റെ ശരീരത്തിൽ ഇരുന്നിട്ടും ഭരത മഹാരാജാവ് അതെല്ലാം ഉപേക്ഷിച്ചു പോയി. ഭഗവാന്റെ സേവനത്തിൽ നിരതരായിട്ടുള്ള ആ ഭക്തന്മാരുടെ സംഘം തേടി അദ്ദേഹം തന്റെ ആ പർവ്വതം, കാലഞ്ചര പർവ്വതം ഉപേക്ഷിച്ചു പോയി. വീണ്ടും താൻ പൂർവ്വജന്മത്തിൽ പോയിട്ടുണ്ടായിരുന്ന പുലഹാശ്രമത്തിലേക്ക് തന്നെ അദ്ദേഹം സാലഗ്രാമ ശിലകൾ നിറഞ്ഞിട്ടുള്ള ഗണ്ഡകി നദിയുടെ തീരത്തുള്ള പുലഹാശ്രമത്തിലേക്ക് തന്നെ വീണ്ടും ഇദ്ദേഹം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരുടെ സംഘം ലഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള തന്റെ കുടുംബാംഗങ്ങളെ, അതേപോലെ തന്റെ ജന്മദേശം, ഇതൊക്കെ അത്യന്തം പ്രിയങ്കരമാണെങ്കിൽ പോലും ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു മാനിന്റെ ശരീരത്തിൽ ഇരുന്നിട്ട് പോലും ആ ഭരത മഹാരാജാവ് അതെല്ലാം വളരെ ലളിതമായിട്ട് ഉപേക്ഷിച്ചു. കാരണം പൂർവ്വജന്മത്തിൽ താൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ജന്മത്തിൽ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് അത് സാധിച്ചു. അദ്ദേഹം മറ്റു മാനുകളോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റു മാനുകളൊക്കെ സാധാരണഗതിയിലുള്ള മാനുകളാണ്. അവരെപ്പോഴും സംസാരിക്കുന്നത് ഭൗതികമായിട്ടുള്ള അവരുടെ ആഹാരത്തിനെ കുറിച്ചും അവരുടെ കളിസ്ഥലത്തിനെ കുറിച്ചും മേച്ചിൽപ്പുറത്തിനെ കുറിച്ചും മറ്റു മാനുകളെ കുറിച്ചും ഒക്കെയാണ് മറ്റു മാനുകൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആരും ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഭരത മഹാരാജാവ് മറ്റു മാനുകളോടൊന്നും യാതൊരു രീതിയിലും സംസാരിച്ചില്ല. അദ്ദേഹം നേരെ പുലഹാശ്രമത്തിൽ പോയി അവിടെയുള്ള ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടിയും അവർ നൽകുന്ന കുറച്ച് ഉച്ഛിഷ്ട പ്രസാദവും അതേപോലെ ഉണങ്ങിയ ഇലകളും വള്ളിച്ചെടികളും മാത്രം കഴിച്ചുകൊണ്ട് മറ്റാരോടും സംസർഗമില്ലാതെ ആ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. ആ സമയത്തും മറ്റ് ഭഗവത് സേവനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ സ്മരിക്കാനുള്ള അവസരം ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോയില്ല, മറ്റു കൂട്ടുകെട്ടുകളിലേക്കൊന്നും അദ്ദേഹം പോയില്ല, മറ്റു മാനുകളോടൊന്നും അദ്ദേഹം ഇടപഴകിയതുമില്ല. അങ്ങനെ ആ വിശുദ്ധ സ്ഥലത്ത് പുലഹാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഭരത മഹാരാജാവ് ആ മാനിന്റെ ശരീരം കഴിച്ചുകൂട്ടി എന്നുള്ളതാണ്. മാനിന്റെ ആ കാലാവധി ആയുസ് മുഴുവൻ ആ ആശ്രമത്തിൽ തന്നെ അദ്ദേഹം
കഴിച്ചുകൂട്ടി. അപ്പോൾ ഒരു വിശുദ്ധ ശരീരത്തിൽ വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് പ്രധാനമാണ് എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഭക്തന്മാർക്ക് ശരീരം ഉപേക്ഷിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വൃന്ദാവനം, ഹരിദ്വാർ, പ്രയാഗ, ജഗന്നാഥപുരി തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളാണ് എന്ന് പറയും. ആ വിശുദ്ധ സ്ഥലത്തിന്റെ ശക്തി കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള വിശുദ്ധ സ്ഥലത്തെത്തിയിട്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിലാണ് മനസ്സ് വ്യാപരിക്കുന്നതെങ്കിൽ, വീണ്ടും ഭൗതികമായിട്ടുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ആ സ്ഥലത്ത് തന്നെ മറ്റു മൃഗങ്ങളായിട്ട് ജനിക്കേണ്ടി വരും എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. വൃന്ദാവനത്തിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെ, ഒരുപാട് കുരങ്ങന്മാരെ, പട്ടികൾ, ഇങ്ങനെ പന്നികൾ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ കാണാം. അവരെല്ലാവരും ഉയർന്ന ജീവാത്മാക്കൾ തന്നെയാണ്. പക്ഷെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് മൃഗങ്ങളുടെ ശരീരം കിട്ടിയതാണ്. ആ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ നിന്ന് മരിക്കുന്നത് കൊണ്ട് അവർക്ക് ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ വിശുദ്ധ സ്ഥലത്തിരുന്ന് കൊണ്ട് തന്നെ ഭരത മഹാരാജാവ് ആ മാൻ ശരീരവും ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മാൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ആ മാൻ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനിയൊരു മനുഷ്യജന്മം തനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും ഇങ്ങനെ പാഴാക്കി കളയുകയില്ല. ഒട്ടും കാലം പാഴാക്കി കളയാതെ, അവ്യർത്ഥകാലത്വം ചെയ്യാതെ ഞാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനത്തിൽ നിരന്തരം മുഴുകും എന്ന് ആ മാൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭരത മഹാരാജാവ് ദൃഢമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആ ശരീരം വെടിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഒരു യോഗഭ്രഷ്ടന് വീണ്ടും ഉയർന്ന ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കാനുള്ള അവസരം ഭഗവാൻ നൽകും എന്ന് 6-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ അല്ലെ, ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം. യോഗഭ്രഷ്ടന് 2 വിധത്തിലുള്ള ശരീരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ആ വ്യക്തിക്ക് ഭൗതിക ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം, സ്വർഗീയ ലോകങ്ങളിൽ പോയി ജീവിച്ച് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് മർത്യലോകത്തിലേക്ക് വരാം. ആ സമയത്ത് ഉയർന്ന ശുചീനാം ശ്രീമതാം ഗേഹെ, ധനികരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഭക്തന്മാരുടെ കുടുംബത്തിലോ ബ്രാഹ്മണരുടെ കുടുംബത്തിലോ ചെറുപ്പത്തിൽ തന്നെ ഭക്തി പരിശീലിക്കാനുള്ള അവസരം ലഭിക്കുന്ന കുടുംബങ്ങളിൽ ജനിക്കാനുള്ള അവസരം ഒരു യോഗഭ്രഷ്ടന് ലഭിക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരത മഹാരാജാവിന് അധികം ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മൃഗ ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മൃഗശരീരം ലഭിച്ചു. അടുത്ത ജന്മം തന്നെ അദ്ദേഹത്തിന് ഒരു മനുഷ്യ ശരീരം ലഭിച്ചു എന്നാണ് പറയുന്നത്. അതും ഒരു ഉത്തമമായിട്ടുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ, അങ്കിരസ മഹർഷിയുടെ കുലത്തിൽ, ആ കുടുംബ വംശപാരമ്പര്യയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ബ്രാഹ്മണീയമായിട്ടുള്ള ശീലഗുണങ്ങളൊക്കെ ഉള്ള ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് അദ്ദേഹത്തിന് ജനിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ ഭരതന്റെ പിതാവ് എന്നാണ് പറയുന്നത്. ക്ഷമാദമസ്തപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയ വിദ്യ അനസൂയ ആത്മജ്ഞാന ആനന്ദയുക്തസ്യാത്മസദൃശ ശ്രുതശീല ഔദാര്യഗുണ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ: ഇന്ദ്രിയ നിയന്ത്രണം, അതേപോലെ വേദങ്ങളിലുള്ള വിശ്വാസം, വേദങ്ങളിലുള്ള ജ്ഞാനം മനസ്സിലാക്കാനുള്ള കഴിവ്, ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന ഗീതയിലും പറയുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകളെല്ലാം നിറഞ്ഞ ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട്, 2ാമത്തെ ഭാര്യയിലുള്ള ഇരട്ടക്കുട്ടികളിൽ ഒരു മകനായിട്ട്, ഇരട്ടക്കുട്ടികളിൽ ഒരു കുട്ടി ആൺകുട്ടിയും ഒരു കുട്ടി പെൺകുട്ടിയുമായിരുന്നു. അതിൽ ആൺകുട്ടിയായിട്ട് ആ മാനിന്റെ ശരീരത്തിൽ നിന്നും ഉള്ള ഭരത മഹാരാജാവിന് ജനിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും ആ ഭക്തി സേവനം തുടർന്ന് കൊണ്ടുപോകാനുള്ള അവസരമുണ്ടായി. പക്ഷേ
ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹം മറ്റ് കുടുംബാംഗങ്ങളോടൊന്നും അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം എങ്ങനെ പെരുമാറി? അദ്ദേഹത്തിന് വലിയ ഭയമുണ്ടായിരുന്നു അല്ലെ? ഏതെങ്കിലും ഒരു വിധത്തിലുള്ള സംസർഗം കൊണ്ട് തന്റെ ഭക്തി നശിച്ചു പോകരുത് എന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. സംസർഗം കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസോ. ചില പ്രഭാതര ആ ഒരു ശ്ലോകം എടുത്തു പറയുന്നത് 13ാമത്തെ അദ്ദേഹത്തിൽ 22ാമത്തെ ശ്ലോകം. കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസു. സത് അസദ്യോനി ജന്മസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന തരത്തിലുള്ള ജന്മവും താഴ്ന്ന തരത്തിലുള്ള ജന്മവും കിട്ടുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഗുണസംഗമാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ആ ഗുണത്തിന്റെ സംഘം. മറ്റുള്ള വ്യക്തിയുമായിട്ട് സംസർഗം പുലർത്തുന്ന സമയത്ത് അവരുടെ ആ ഗുണം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും പകർന്നു വരും. അപ്പോൾ തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസർഗം പുലർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തമോ ഗുണത്തിലേക്ക് നമ്മുടെ മനസ്സും താഴ്ന്നു പോകും. അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ ഭൗതിക വിഷയത്തിലുള്ള ആ ഒരു ചിന്ത, അതൊക്കെ മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. അങ്ങനെ തന്റെ ആ ഗുണത്തിലും മാറ്റമുണ്ടാകും എന്ന് ഭയന്ന് ഭരത മഹാരാജാവ് മറ്റുള്ള വ്യക്തികളോടൊന്നും മറ്റുള്ള കുടുംബാംഗങ്ങളോടൊന്നും സമ്പർക്കം പുലർത്തിയില്ല. അദ്ദേഹം ഒരു മന്ദബുദ്ധിയെ പോലെ പെരുമാറി. മറ്റുള്ളവർ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പെരുമാറി. അങ്ങനെ മറ്റുള്ളവർക്ക് പുറമേയുള്ളവർക്ക് അദ്ദേഹം ഒരു ബധിരനും ഒരു മൂകനും ഒരു മന്ദബുദ്ധിയുമായിട്ട് ആളുകൾ കണക്കാക്കി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ വലിയ ഉണർവുള്ള വ്യക്തിയായിരുന്നു. ഉള്ളിൽ നിരന്തരം അദ്ദേഹം ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും ശ്രവണ സ്മരണ ഗുണ വിവരണ ചരണാരവിന്ദയുഗളം, ആ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ, ഭഗവാന്റെ പാദങ്ങളെ അദ്ദേഹം നിരന്തരം സ്മരിക്കുകയും ആ ഭഗവാനെ കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഉള്ളിൽ. പക്ഷെ പുറമെ ഒരു മന്ദബുദ്ധിയായിട്ട് അദ്ദേഹം അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആരോടും സമ്പർക്കം പുലർത്താതെ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലെ പ്രത്യേകതകളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ ആ ഭക്തി സംരക്ഷിച്ചു, എത്രത്തോളം ജാഗ്രതയോടുകൂടി അദ്ദേഹം ആ ഭക്തിയെ സംരക്ഷിച്ചു നിലനിർത്തി എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഉള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉഷാകുമാരി മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.